ഇന്നത്തെ കാലഘട്ടത്തിൽ ഒട്ടുമിക്ക ഇൻഡസ്ട്രിയിലും PLC ഉപയോഗിക്കുന്നുണ്ട് അല്ലെ. PLC ഫെയിലിയർ ആയി കഴിഞ്ഞാൽ എന്തൊക്കെയാണ് സംഭവിക്കുക? ആദ്യം ഇതിന്റെ ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസസ് എല്ലാം ഡിസ്കണക്ട് ആവും. അതേപോലെ തന്നെ ഇതിന്റെ സേഫ്റ്റി ഫീച്ചേഴ്സ്, ഇന്റർലോക്സ് ഇതൊന്നും വർക്ക് ആവില്ല. അതേപോലെ PLCക്കകത്ത് സ്വാഭാവികമായിട്ടും ടെമ്പറേച്ചർ, പ്രഷർ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഫീൽഡ് ഇൻസ്ട്രുമെന്റ്സ്, ഫ്ലോ മീറ്റേഴ്സ് അങ്ങനെ ഒത്തിരി ഡിവൈസസ് കണക്ട് ചെയ്തിട്ടുണ്ടാവും. ഇതുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ മുഴുവനായിട്ട് നിൽക്കും. ഇതാണ് മെയിനായിട്ട് സംഭവിക്കുക. അപ്പോൾ നമ്മൾ ഇതിനെ ഓവർകം ചെയ്യാൻ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളതാണ്. 100% PLCനെ ഓവർകം ചെയ്തിട്ട് നമുക്കൊരു റെമഡിയും ഇല്ല. എങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റുന്ന 1-2 ടിപ്പ് പറയാം. ഒന്ന്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില ഇന്റർലോക്സ് ഉണ്ടാവും. അത് നമ്മൾ PLCക്ക് ഡയറക്റ്റ് ഇന്റർലോക്ക് ചെയ്യുന്നതിന് പകരം വയറിങ്ങിലൂടെ നമ്മൾ ഇന്റർലോക്ക് ചെയ്യുക. രണ്ടാമത്തെ ഒരു സൊല്യൂഷനാണ് നമ്മൾ പരമാവധി മാനുവൽ ഓൺ ഓഫ്സ് നമ്മൾ കൊണ്ടുവരിക. PLC ഇല്ലാതിരുന്നാൽ കൂടെ നമ്മൾ മാനുവലി വയറിങ്ങിലൂടെ നമുക്ക് ഓരോ ഡിവൈസസിനെയും ഇൻഡിവിജ്വലി ഓപ്പറേറ്റ് ചെയ്യാൻ കഴിയുന്ന രീതിയിൽ വയറിംഗ് ചെയ്ത ഒരു പരിധിവരെ ആ പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റും. അതേപോലെ ടെമ്പറേച്ചർ ഡിവൈസസ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ, PID കൺട്രോളേഴ്സ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ PLCയിൽ വെച്ച് കൺട്രോൾ ചെയ്യുന്നതിനോടൊപ്പം തന്നെ നമ്മൾ PID വഴിയും കൂടെ ഒരു പാരലൽ കണക്ഷൻ എടുത്ത് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ PLC ഫെയിലിയർ ആയാലും അത്യാവശ്യം PID കൺട്രോളർ ഉപയോഗിച്ച് നമുക്ക് ഒരു ഡിവൈസസിനെ കട്ട് ഓഫ് ചെയ്യാനോ അല്ലെങ്കിൽ ഓൺ ചെയ്യാനോ എല്ലാം നമുക്ക് സാധിക്കും.